കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ രാവിലെ തുടരും. ദൗത്യസംഘം പ്രദേശത്തെത്തി. തിരച്ചിൽ ആരംഭിക്കാൻ വൈകും. വെളിച്ചമില്ലാത്തതും മഴയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുകയാണ്. ബംഗളൂരുവിൽ നിന്ന് റഡാർ എത്തിച്ച ലോറിയുടെ സ്ഥാനം നിർണ്ണയിക്കാനും ശ്രമം. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് പി.കെ. സരീഷ് ഉണ്ട്. സരീഷ്, എപ്പോഴാണ് തിരച്ചിൽ ആരംഭിക്കുക? റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ സജ്ജീകരണങ്ങളായിരിക്കും ഇന്നത്തെ തിരച്ചിലിന്? പ്രധാനമായും റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ അല്പസമയത്തിനകം ഈ തിരച്ചിൽ പുനരാരംഭിക്കാനാകും എന്ന് തന്നെയാണ് ദൗത്യസംഘം പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി 9 മണി വരെ വെളിച്ചം ഉൾപ്പെടെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനാകും എന്നായിരുന്നു ദൗത്യസംഘത്തിൻ്റെ ഒരു നിഗമനം. പക്ഷേ 8 മണിയോടെ വലിയ രീതിയിലുള്ള മഴയുണ്ടാവുകയും പിന്നീട് മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്തതോടെ ആ ദൗത്യം താൽക്കാലികമായി ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 5:30 മുതൽ പുനരാരംഭിക്കാം എന്ന് കരുതിയിരുന്നെങ്കിൽ പോലും പ്രദേശത്ത് ഇരുണ്ട് അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തതും അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി മുഴുവൻ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം ഇപ്പോഴും റോഡിലേക്ക് എത്തുന്ന മലമുകളിൽ നിന്നും വെള്ളം ഇപ്പോഴും റോഡിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോഴും മണ്ണിടിച്ചൽ ചെറിയ രീതിയിലെങ്കിലും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വലിയ വെല്ലുവിളിയായിരുന്നതുകൊണ്ട് തന്നെ 5:30 ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കാനായിരുന്നില്ല. ഇപ്പോൾ അറിയുന്നത് 6:30 ശേഷമായിരിക്കും രക്ഷാദൗത്യം പുനരാരംഭിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദൗത്യസംഘങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്നലെ തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം ഇനി അങ്ങോട്ടേക്ക് ഇരുഭാഗങ്ങളിലും വലിയ ചെങ്കുത്തായ പ്രദേശങ്ങളാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തുടർച്ചയായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ട് പ്രദേശങ്ങളും ഈ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക് ആർക്കും പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ ഈ മേഖലയിലേക്ക് പ്രവേശനം സാധ്യമായേക്കും. എന്തായാലും ഏറെ പ്രതീക്ഷ നൽകുന്നത് ഇന്നലെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതീക്ഷയോടെയാണ് ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കുന്നത് എന്നുള്ളതാണ്. കാരണം റഡാർ എത്തുന്നതോടെ കൃത്യമായി എവിടെയാണോ വാഹനമുള്ളത് അത് കണ്ടെത്താനാകും എന്നുള്ളതാണ്. ഇന്നലെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഏതാണ്ട് 4 മണിക്കൂറോളം നേരം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക്, ഒരു മണ്ണടിയിലേക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് കിടക്കുന്ന വാഹനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോഹങ്ങളോ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കണ്ടെത്താനാകില്ല എന്നുള്ളതൊരു തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂരിൽ നിന്നും ഇപ്പോൾ ഈ റഡാർ സംവിധാനം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. പക്ഷേ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ റഡാർ സംവിധാനങ്ങൾ ഉള്ള വാഹനം പുറപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. ജില്ലാ കളക്ടറോ SP ഇക്കാര്യത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കി റഡാർ എത്രയും വേഗം എത്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളതും ഇന്നലെ ഏതാണ്ട് രാവിലെ മുതൽ ഉച്ചവരെയും അതിനുശേഷം ഇടവിട്ടും ഈ മേഖലയിൽ മഴ പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മഴയില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടിനും ഒപ്പം തന്നെ മണ്ണിടിയുന്നതിനും നേരിയ ശമനം ഉണ്ടായാൽ ദ്രുതഗതിയിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഒരു ഭാഗത്ത് 8 JCBകൾ ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്തിരുന്നത്. പക്ഷേ ഇന്നും അത്തരത്തിൽ JCBകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 2 വഴിയിൽ നിന്നും, അതായത് ഷിരൂർ മേഖലയിൽ നിന്നും മംഗലാപുരം മേഖലയിൽ നിന്നും മണ്ണ് ഒരേ സമയം നീക്കം ചെയ്യുക. ഏതാണ്ടൊരു 400 മീറ്ററോളം വരുന്ന പ്രദേശം മുഴുവൻ മണ്ണിനടിയിലാണ്. 4 വരി പാത മുഴുവനായി മണ്ണിനടിയിലായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 മേഖലകളിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രദേശത്തേക്കുള്ള കൃത്യമായ ഗതാഗതം പുനരാരംഭിക്കാനാവുകയുള്ളൂ. അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതിന് ശേഷമായിരിക്കും കൂടുതൽ അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുക. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാഹനം എവിടെയാണ് എന്ന് കണ്ടെത്തുക. ഇന്നലെ വൈകിട്ട് തന്നെ വാഹനം എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക എന്നൊരു ആശയം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും പക്ഷേ അതിന് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കുന്നത് ഈ വാഹനം എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. റഡാർ എത്തുന്നതോടെ ഇന്നലെ GPS സംവിധാനങ്ങളിൽ നിന്ന് ലഭിച്ച സിഗ്നലും അതോടൊപ്പം തന്നെ മൊബൈലിൽ നിന്ന് ലഭിച്ച സിഗ്നലും, അതായത് ഏറ്റവും അവസാനമായി ഈ നദിക്ക് സമീപത്താണ് വാഹനം ഉണ്ടായിരുന്നത് എന്ന് GPS സംവിധാനം സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ്റെ ഫോൺ അവസാനമായി റിങ് ചെയ്തപ്പോഴും ഈ നദീതീരത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ വാഹനമുള്ളത് എന്ന് കൃത്യമായി ഏതാണ്ട് ഉറപ്പിക്കുന്ന രീതിയിൽ അതിന് സാധൂകരിക്കുന്ന മറ്റൊരു കാരണം കൂടി ഇന്നലെ നാവികസേന ഈ പുഴയിൽ പരിശോധന നടത്തിയിരുന്നു. പുഴയിലെ ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് ഈ മണ്ണിടിഞ്ഞ മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഈ പുഴയിലേക്ക് വാഹനം പോയിട്ടില്ല, അല്ലെങ്കിൽ ആ മേഖലയിൽ
മേഖലയിൽ അങ്ങനെ ഒരു വാഹനമില്ല. പുഴയിൽ നടത്തിയ പരിശോധനയിൽ നാവികസേന അതിന് സ്ഥിരീകരണം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്. ഇപ്പോൾ SDRFും NDRFും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് ഈ മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഏതാണ്ട് 200-ലേറെ പോലീസുകാരും ഫയർഫോഴ്സുകാരും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ NDRF സേനാംഗങ്ങൾ മേഖലയിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്നു വന്നിരുന്ന ഒരു ആക്ഷേപം ഈ രക്ഷാപ്രവർത്തനം മെല്ലെ പോക്കാണ് എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട്, അതായത് സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ വലിയ രീതിയിലുള്ള മാറ്റം ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലം കൂടിയാണ് ഇന്നലെ നാവികസേന എത്തുകയും പുഴയിൽ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ കൂടി പരിശോധന നടത്തുകയും കൂടുതൽ സേനാംഗങ്ങളെ ഇങ്ങോട്ട് എത്തിക്കുകയും എത്രയും വേഗം അർജുനന് വേണ്ടി മാത്രമായുള്ള തിരച്ചിൽ, അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട് സ്വദേശിയുടെ വാഹനം കൂടി ഈ മേഖലയിൽ പൊതിഞ്ഞു കിടപ്പുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു സ്ഥിരീകരണം എന്തായാലും വന്നിട്ടില്ല. പക്ഷേ അർജുൻ്റെ വാഹനം ഈ മേഖലയിൽ ഉണ്ട് എന്നൊരു കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ അത് എവിടെയാണ് എന്നുള്ളതാണ്. കാരണം 4 വരി പാതയാണ്. 4 വരി പാതയിൽ ഏതാണ്ട് 400 മീറ്ററോളം മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. ആ 400 മീറ്ററിൽ ഏതാണ്ട് ഒരു വാഹനത്തിൻ്റെ, ഒരു ലോറിയുടെ 3 ഇരട്ടിയിലധികം മണ്ണ്, അതായത് ഒരു 3 ഹൈറ്റ് മണ്ണ് ഏതാണ്ട് ഇപ്പോൾ ആ മേഖലയിൽ ഇടിഞ്ഞ് കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ പാറക്കല്ലുകൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഈ മണ്ണും ഒപ്പം തന്നെ ഈ പാറക്കല്ലുകളും നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ രക്ഷാദൗത്യത്തിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ആദ്യത്തെ ഇപ്പോഴും അല്ലെങ്കിൽ ദൗത്യസംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ വാഹനം ഇതിനകത്തുണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക. ഇപ്പോഴും ഒരു നിഗമനം മാത്രമാണ് ഇപ്പോൾ ദൗത്യസംഘത്തിന് മുന്നിലുള്ളത്. അപ്പോൾ ഒരു വാഹനമുണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയാൽ അത് എവിടെയാണ് എന്ന് കണ്ടെത്താനാകും. അവിടെ മാത്രം കേന്ദ്രീകരിച്ച് ഏതെങ്കിലും രീതിയിൽ കുഴിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് മാത്രം ഏതെങ്കിലും ദൗത്യസംഘത്തെ നിയോഗിച്ച് അവിടെ നിന്നും മണ്ണ് നീക്കി JCBയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വാഹനമോ ഉപയോഗിച്ച് അവിടെ നിന്ന് മാത്രം മണ്ണ് കുഴിച്ചെടുത്ത് മാറ്റി ആ വാഹനത്തിൻ്റെ AC കമ്പാർട്ട്മെൻറ്റിന് സമീപത്തേക്ക് പോകാനാകുമോ എന്നൊരു നിഗമനം കൂടി, അല്ലെങ്കിൽ എന്ന ഒരു കാര്യത്തിലേക്ക് കൂടി എത്താനാണ് ഇപ്പോൾ ദൗത്യസംഘം ശ്രമിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം 6:30 പുനരാരംഭിക്കും എന്നാണ് അറിയുന്നത്. ഇന്നലെ രാവിലെയാണ് അർജുൻ്റെ സിഗ്നൽ, ഫോണിൽ നിന്നുള്ള സിഗ്നൽ അവസാനമായി ലഭിച്ചത്. അതിന് ദിവസങ്ങൾക്ക് മുൻപാണ് GPS സംവിധാനവും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും രീതിയിൽ അർജുനെ കണ്ടെത്തുകയും ഉടൻ തന്നെ അർജുനെ പുറത്തെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത സമീപത്തെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ മാറ്റാനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. മെഡിക്കൽ സംഘവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ജില്ലാ കളക്ടറും SP-യും IG-യും ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു. ഇന്ന് കർണാടക MP-മാരും അതോടൊപ്പം തന്നെ കർണാടകയിലെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിലേക്ക് എത്തും എന്നൊരു സൂചനയുണ്ട്. പക്ഷേ അതൊരു സ്ഥിരീകരണമായിട്ടില്ല. എന്തായാലും ദൗത്യ സംഘം ഇപ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഏതാണ്ടൊരു വെളിച്ചം ഈ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇന്നലെ രാത്രി ഏറെ വൈകിയുള്ള തിരച്ചിൽ നടത്താതിരുന്നതിനും കാരണം ഈ വെളിച്ചക്കുറവ് തന്നെയാണ്. കൂടുതലായി ലൈറ്റുകൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ലൈറ്റുകൾ പര്യാപ്തമായിരുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ മേഖലയാണ്. 2 ഭാഗങ്ങളിലായാണ് പരിശോധന നടക്കുന്നത്. ഒരു ഭാഗം മംഗലാപുരം ഭാഗമാണ്, മറ്റൊന്ന് ഇപ്പോൾ ഷിരൂർ ഉൾപ്പെടെയുള്ള മേഖലയിലാണ്. ആ ഷിരൂർ മേഖലയിലാണ് കൂടുതലായി ഉദ്യോഗസ്ഥരുള്ളതും പരിശോധന നടക്കുന്നതും. കാരണം കഴിഞ്ഞ ദിവസം അപകടം നടന്ന, അല്ലെങ്കിൽ കടയുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ ഷിരൂർ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കേന്ദ്രീകരിച്ച് കൂടുതലായി ഈ തിരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടത്തിൽപ്പെട്ടതും ഈ ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ മരിച്ച കടയുണ്ടായിരുന്നത് ഈ ഷിരൂർ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടക്കുന്നതും. പക്ഷേ ഒരേ സമയം മറ്റൊരു ഭാഗത്തുകൂടി മണ്ണെടുക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എന്തായാലും SDRF സംഘം ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ SDRF സംഘം ഈ മേഖലയിലേക്ക് ക്യാമ്പ് ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. SDRFിൻ്റെ കൂടുതൽ ദൗത്യസേനാംഗങ്ങൾ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ NDRFും കൂടുതലായി ഈ മേഖലയിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ദൗത്യ സംഘവും ഇങ്ങോട്ടേക്ക് എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എപ്പോഴേക്ക് എത്താനാവും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ എന്തായാലും ഏറ്റവും ഗുണകരമാവുന്നത് കൂടുതൽ സേനാംഗങ്ങളെ എത്തിക്കാൻ സേന തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് SDRFും NDRFും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള
സേനാംഗങ്ങൾ കൂടുതലായി ഇവിടയിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ JCBകളും ടിപ്പറുകളും കൂടുതലായി എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം വേഗത്തിൽ ഈ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം പൂർത്തീകരിക്കാനാകും എന്നുള്ളതാണ്. ഇന്നലെ സമാനമലയിൽ ഇന്നലെ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഇന്നും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. കാരണം താഴെ റോഡിൽ നിന്നും മണ്ണെടുക്കുന്നതിന് അനുസൃതമായി തന്നെ മലയിൽ നിന്നും താഴേക്ക് മണ്ണിടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. എത്രത്തോളം മണ്ണ് ഈ റോഡിൽ നിന്ന് നീക്കുന്നുവോ അത്രത്തോളം കുന്നിൽ നിന്ന് വീണ്ടും വീണ്ടും മണ്ണ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അർജുനെ കാണാതായിട്ട് ഇന്നലെ ഈ തിരച്ചിലിന്റെ ആദ്യ ഘട്ടത്തിലൊക്കെ തന്നെ രക്ഷാദൗത്യത്തിന്റെ ആദ്യ ഘട്ടത്തിലൊക്കെ തന്നെ ഈ രക്ഷാദൗത്യം വളരെയധികം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന തരത്തിലൊക്കെ തന്നെ പരാതികൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ റഡാർ ഉപയോഗിച്ചാണ് ഇന്നത്തെ പരിശോധന. ഏതാഴത്തിലുള്ള സംവിധാനവും കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. സരീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികൂല കാലാവസ്ഥയും മഴയും മണ്ണിടിച്ചിലും ഇപ്പോഴും ഒരു വെല്ലുവിളിയാവുകയാണ്. അതിനെ എത്തരത്തിൽ പ്രതിരോധിക്കാനാണ് ഈ NDRF SDRF സംഘങ്ങളുടെ തീരുമാനം? മണ്ണിടിച്ചൽ ഒരു വെല്ലുവിളിയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രിയും വലിയ രീതിയിൽ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും മേഖലയിലെങ്കിൽ വനത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇതിനുള്ളിൽ മഴ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സ്ഥിരീകരണം ഇപ്പോഴും ഇല്ല. കാരണം ഇന്ന് രാവിലെ മാത്രമാണ് രക്ഷാ ദൗത്യ സംഘത്തിന് ഇവിടേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ മേഖലയിൽ എവിടെയൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട് അത് എപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്താൻ അല്ലെങ്കിൽ എത്തും എന്നൊരു ഭീതി ഇപ്പോഴും ദൗത്യസംഘത്തിന് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായി ഈ മണ്ണെടുക്കുന്ന മേഖലയിൽ ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. മലമുകളിൽ നിന്നും ഇപ്പോഴും ഈ രക്ഷാ ദൗത്യസംഘത്തിന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ മണ്ണ് എടുക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇപ്പോഴും ഈ മലമുകളിൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രശ്നമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രക്ഷാദൗത്യം പതുക്കെ അല്ലെങ്കിൽ മണ്ണ് നീക്കുന്നത് പതുക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് രക്ഷാദൗത്യ സംഘം പറയുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം മണ്ണ് ഈ റോഡിൽ നിന്ന് നീക്കുന്നുവോ അത്രത്തോളം തന്നെ മണ്ണ് മലമുകളിൽ നിന്നും വീണ്ടും താഴേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ പല മേഖലകളിലും മണ്ണ് ഇടിച്ചൽ രൂക്ഷമാണ് എന്ന് ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഈ നാഷണൽ ഹൈവേയിൽ തന്നെ ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ 3 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് തടയാൻ കാരണം നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള 2 ഭാഗങ്ങളിലും ദേശീയപാതയുടെ 2 ഭാഗങ്ങളിലും ശക്തമായ അല്ലെങ്കിൽ വലിയ കുന്നുകളാണ്, കുന്നിൻ പ്രദേശങ്ങളാണ്. അവിടെ ഇന്നലെ ഉൾപ്പെടെ മഴയുണ്ടായതുകൊണ്ട് തന്നെ ഏത് സമയത്തും മണ്ണിടിച്ചലിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാ ദൗത്യ സംഘം കൃത്യമായി വെളിച്ചമെത്തിയതിനു ശേഷവും സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഇത് പുനരാരംഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ തിരച്ചിൽ പുനരാരംഭിക്കുകയുള്ളൂ എന്ന് പറയാൻ കാരണം. അതോടൊപ്പം തന്നെ ഇന്നലെ അവർ കൂടുതൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്, ജീവനുകൾ പൊലിയുന്ന അവസ്ഥ ഉണ്ടാവരുത്. കാരണം ഇന്നലെ അവിടെ നിന്നും 8 മണിയോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും JCB ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് അതെല്ലാം തന്നെ അവിടെ നിന്നും മാറ്റുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഏത് നിമിഷവും മണ്ണിടിയാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു പ്രദേശമാണിത്. മുൻപ് അല്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അശാസ്ത്രീയമായ ഒരു മണ്ണെടുപ്പ് തന്നെയായിരുന്നു. ഇത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദേശീയപാത നേരത്തെ 2 വരി പാതയായിരുന്നു. അത് പിന്നീട് 4 വരി പാതയാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ഈ മേഖലയിൽ നിന്നും അശാസ്ത്രീയമായ ഒരു മണ്ണെടുപ്പ് ഉണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും നടത്താതെയാണ് ഈ മണ്ണെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അല്ലെങ്കിൽ റോഡിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ് പാറക്കല്ലുകളും മണ്ണും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനിയും സമാനമായ സാഹചര്യം വന്നുകൂടായികയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ തന്നെ മണ്ണിടിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഉൾപ്പെടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്. ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നു, അതിന് തൊട്ട് സമീപത്ത് അതായത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിൽക്കുന്ന സമീപത്ത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഉൾപ്പെടെ നൽകിയതാണ്. സമാനമായൊരു സാഹചര്യം ഒരുപക്ഷെ ഇന്നും ഉണ്ടാകും. എന്തായാലും ഏറ്റവും അനുകൂലമാകുന്നത് ഈ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വീണ്ടും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും മഴ എത്താനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് മേഘം ഇരുട് പിടിക്കുന്ന അല്ലെങ്കിൽ കറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ വരും മണിക്കൂറുകളിൽ വീണ്ടും ഈ മേഖലയിൽ മഴയെത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 6:30-ക്ക് തിരച്ചിൽ പുനരാരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും മഴയെത്തുകയാണെങ്കിൽ തീർച്ചയായും ആ രക്ഷാദൗത്യം വൈകും. അതോടൊപ്പം തന്നെ റഡാർ എപ്പോഴെത്തുന്നോ അതിനനുസരിച്ചായിരിക്കും മറ്റ് ക്രമീകരണങ്ങൾ കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം സരീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, വലിയ മണ്ണിടിച്ചിലാണ്, വലിയ തരത്തിൽ മണ്ണിടിഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നേവി സംഘം പുഴയിൽ തിരച്ചിൽ നടത്തി, അതുമായി ബന്ധപ്പെട്ട പുഴയിൽ ഇത്തരത്തിലൊരു വാഹനമില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തി എന്നുള്ളതും നേവി എത്തി എന്നുള്ളതും സരീഷ് സൂചിപ്പിച്ചു. ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ വാഹനം എന്നുള്ളതിലൊരു സ്ഥിരീകരണമായിട്ടുണ്ടോ സരീഷ്? നിലവിൽ ഒരു സ്ഥിരീകരണവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. 2 നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഇപ്പോൾ ദൗത്യസംഘം കണക്ക് കൂട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, GPS-ൻ്റെ ഏറ്റവും അവസാനത്തെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഈ മണ്ണുള്ള പ്രദേശത്ത് നിന്നാണ്. അതായത് എവിടെയാണോ മണ്ണിടിഞ്ഞ് കിടക്കുന്നത് ആ മേഖലയിൽ നിന്നാണ് അവസാനമായി ഈ ലോറിയുടെ, അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ GPS ട്രാക്കർ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അതേ മേഖലയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായി ഈ അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ ഫോണിൻ്റെ സിഗ്നലും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 സിഗ്നലും ഒരേ മേഖലയിൽ നിന്നാണ്. അത് നദിയിലല്ല, മറിച്ച് നദിയുടെ സമീപത്തുള്ള കരയിലാണ് ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നദിയിലല്ല കരയിൽ ഈ ലോറി ഉണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അത് സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നത് ഈ ടാങ്കർ ലോറികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുകയും അത് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ലോറിയും മരം കയറ്റി വന്ന ഈ ഭാരമേറിയ ലോറിയും പുഴയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പുഴയുടെ സമീപത്ത് എവിടെയെങ്കിലും തങ്ങിക്കിടക്കാനുള്ള അല്ലെങ്കിൽ അടിത്തട്ടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധന നടത്തണം എന്നായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ നാവികസേന ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ആ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തത്. പക്ഷേ ആ അടിത്തട്ടിൽ വാഹനം കണ്ടെത്താനായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഈ മേഖലയിൽ തന്നെ അല്ലെങ്കിൽ റോഡിൽ തന്നെ ഈ വാഹനം ഉണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയത്. അത് സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച്, അതായത് ലോറിയാണ്, ഭാരത് ബെൻസിൻ്റെ വലിയ വാഹനമാണ്, അത് സ്ഥിരീകരിക്കുന്നതിനായാണ് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടോടെ പുനരാരംഭിച്ചത്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് മണ്ണിനടിയിൽ നിന്നും ഈ ലോഹഭാഗങ്ങൾ കണ്ടെത്താനാകുമോ എന്നൊരു തിരച്ചിലായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ അത്തരത്തിൽ വൈകിട്ട് 8 മണി വരെ ആ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താനായിരുന്നില്ല. ആദ്യം സിഗ്നൽ ലഭിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 8 മണി കഴിഞ്ഞിട്ടും സിഗ്നൽ ലഭിച്ചില്ല. അതിനിടയിലാണ് കനത്ത മഴ ഉണ്ടാവുന്നത്. ആ മഴയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചാൽ ഒരുപക്ഷേ ദുഷ്കരമായ സാഹചര്യങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയ രക്ഷാപ്രവർത്തകരും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുത്, കാരണം ഏതാണ്ട് 85 മണിക്കൂറോളമായി അർജുൻ ഈ വാഹനത്തിലാണ്. അത്രത്തോളം ഈ വാഹനത്തിൽ അല്ലെങ്കിൽ അത്ര മണിക്കൂറോളം ഈ വാഹനത്തിൽ കഴിയാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ അവസാനിപ്പിക്കരുത്, തിരച്ചിൽ രാത്രിയും തുടരണം എന്നൊരു നിർദ്ദേശം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. പക്ഷേ രക്ഷാ ദൗത്യ സംഘത്തിൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണിടിച്ചൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി 8 മണിക്ക് തിരച്ചിൽ അവസാനിപ്പിച്ചത്. ഇന്ന് 6:30-ക്കെങ്കിലും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോഴും മഴ വില്ലനാവുന്നുണ്ട്. മഴ വീണ്ടും ഈ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നു. ശരി, അർജുനായുള്ള തിരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കും. കനത്ത മഴയെ തുടർന്നും മണ്ണിടിച്ചിലിനെ തുടർന്നുമാണ് ഇന്നലെ രാത്രി വൈകി തിരച്ചിൽ നിർത്തിവെച്ചത്. ഇന്ന് റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് സംഘം പ്ലാൻ ചെയ്യുന്നത്. വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് സ്ഥലത്ത് നേവി അടക്കമുള്ള NDRF അടക്കം SDRF അടക്കമുള്ള സംഘം നടത്തുക. സംയുക്തമായിരിക്കും തിരച്ചിൽ നടത്തുക. അർജുൻ സുരക്ഷിതനായി മടങ്ങിയെത്തട്ടെ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷിരൂരിൽ നിന്ന് PK സരീഷ്.